നസ്രനായ യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ്. സൃഷ്ടിയുടെ ഒന്നാമത്തെ ദിവസം ലെറ്റ് ദെർ ബി ലൈറ്റ്, പ്രകാശം ഉണ്ടാകട്ടെ എന്ന് തന്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചു. പിന്നീട് ഈ പ്രകാശത്തെയും അന്ധകാരത്തെയും വേർതിരിച്ച് പകലും രാത്രിയും ഉണ്ടാക്കി. ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ച് പകലും രാത്രിയും ഉണ്ടാക്കിയത് ഒന്നാമത്തെ ദിവസമാണ്, സൃഷ്ടിയുടെ ഒന്നാമത്തെ ദിവസം. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം സൂര്യനെയും ചന്ദ്രനെയും ബാക്കിയുള്ള എല്ലാ നക്ഷത്രങ്ങളെയും ഉണ്ടാക്കുന്നത് നാലാമത്തെ ദിവസമാണ്. സൂര്യനും ചന്ദ്രനും ഇല്ലായിരുന്നിട്ട് തന്നെ പകലും രാത്രിയും ആ 3 ദിവസങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരുന്നു. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പകലും രാത്രിയും ഉണ്ടാകുന്നത് സൂര്യനും ചന്ദ്രനും ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ആദ്യത്തെ 3 ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഇല്ലായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളെ, അത്ഭുത പ്രവൃത്തികളെ ലോജിക്കുകൾ കൊണ്ട് ഡിഫൈൻ ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒക്കെ പ്രയാസമാണ്. അപ്പോൾ എന്തായിരിക്കും അന്നത്തെ ആ പ്രകാശം? ഇതിന്റെ ഉത്തരം യോഹന്നാൻ 8:12 ഒരു ഗലീലക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഈ പ്രകാശമായിരുന്നു ദൈവത്തിന്റെ തന്നെ, ദൈവമാകുന്ന പ്രകാശമായിരുന്നു ആ 3 ദിവസങ്ങളിലും ഉണ്ടായിരുന്ന പ്രകാശം. സൃഷ്ടിയുടെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ദൈവം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒന്നുമില്ലെങ്കിൽ തന്നെ അവന്റെ പ്രകാശം എന്നേക്കും നിലനിൽക്കുന്നതാണെന്ന്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏത് തരത്തിലുള്ള അന്ധകാരത്തെ പ്രകാശമാക്കാൻ ദൈവത്തിന്റെ പ്രകാശത്തിന് കഴിയുന്നതാണ്. അപ്പോൾ ഈ പ്രകാശത്തിൽ നടക്കാൻ നമുക്ക് യേശുവിനെ ഫോളോ ചെയ്യാം. സോ ഫോളോ ജീസസ്, ഹു ഈസ് ദ ലൈറ്റ് ഓഫ് ലൈഫ്. Come fall in love with the word of God and fall in love with Jesus.